ഹലോ എവ്രിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മൾ നാളത്തേക്കുള്ള അനാലിസിസ് ആണ്, മീൻസ് മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, നിഫ്റ്റി നമ്മുടെ ബിഗർ ടൈം ഫ്രെയിമിൽ ABC സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എക്സാക്റ്റ് ABC സ്ട്രക്ചർഡ് ഐ തിങ്ക് സിയിലേക്കാണ് വന്ന് നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ABC നമ്മൾ കൗണ്ട് ചെയ്യണത് ഇവിടുന്ന് A, ഇത് B ആൻഡ് ദെൻ C ആണ്. നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. ദെൻ 24,200 ആയിരുന്നു നമ്മുടെ ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മുടെ സിയുടെ ടാർഗറ്റ്. ബിഗർ ടൈം ഫ്രെയിമിൽ ലാസ്റ്റ് 2 or 3 വീക്സ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ബിഗർ ടൈം ഫ്രെയിമിൽ ടാർഗറ്റ് നമ്മുടെ ഇത് തന്നെയാണ് സി. അത് ഇപ്പോൾ ഇനി ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ട് ഓർ നിയർ ടാർഗറ്റ് ആണെന്ന് പറയാം. ആ സി നമ്മളെങ്ങനെ കൗണ്ട് ചെയ്യണത്, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കുക. അതായത് എൻ ഫ്രം 0 A ആൻഡ് ദെൻ ബിയിലേക്ക്. സോ ടാർഗറ്റ് 100% ആൻഡ് 127%. അത്രേ യൂഷ്വലി ടാർഗറ്റ് ഉണ്ടാവാറുള്ളൂ. 127 വരെ പോകാം, 141 ആൻഡ് 161. യൂഷ്വലി 127% ആണ് നമ്മൾ ഇതിനകത്ത് പറയാറുള്ളൂ. ദാറ്റ് മീൻസ് 24,160. അത് നമ്മൾക്കിപ്പോൾ മാർക്ക് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ഓക്കെ, സോ അത്ര ആണ് യൂഷ്വലി നമ്മുടെ ഇതിൻ്റെ ടാർഗറ്റ്സ് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, 127% സി ഇൻ ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത് നോർമൽ ആൻഡ് ആവറേജ് ടാർഗറ്റ് ആണ്. അതിൻ്റെ അബവ് പോകാം, ഇല്ലയെന്നല്ല, അതിൻ്റെ അബവ് പോകാം. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് 3 വീക്സായി 24,000 ആണ്. സോ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്പോട്ട് വന്നിരിക്കുന്നതാണ് 23,870 നിയർ ആണ് നമ്മുടെ സ്പോട്ട് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ഇനി കോഷൻ സോണിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഗ്യാപ്പ്, ഇവിടെ താഴെ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. സോ ഈ 22,200 നിയർ ആയിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ഈ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് മീൻസ് റാലി അവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് യെസ്, എനിക്ക് അത് പറയാനൊരു മടിയില്ല. ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ നിന്ന് ഒരു റീട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തായിരുന്നു. ബട്ട് അത് വരാതെ ഗ്യാപ്പ് മാത്രമായിട്ട് സിംഗിൾ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. യെസ്, സി എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കും. അതൊരു റൂളാണ് ABC സ്ട്രക്ചറുടെ. സിയുടെ റൂളാണ് സി എപ്പോഴും ഫാസ്റ്റ് ആൻഡ് 5 മൂവ്സിലായിരിക്കും. ബട്ട് ഇത് വന്നേക്കാനെ നമ്മൾ നോക്കുവാണെങ്കിലുണ്ടല്ലോ, ഭയങ്കര ഫാസ്റ്റാണ്. ബട്ട് റീട്രേസ്മെൻറ്റ് തരാതെയാണ് ഡയറക്റ്റ്ലി പോയേക്കാനാണ്. സോ ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രോപ്പർ ബുള്ളിഷും അല്ല, കൺഫ്യൂസിങ് ആണ്. ഞാൻ അത്ര പറയുള്ളൂ. കാരണം റീട്രേസ്മെൻറ്റ് തരാതെയാണ് പോകുന്നത്. ഡയറക്ഷൻ നമ്മുടെ കറക്റ്റാണ്. ബിഗർ ടൈം ഫ്രെയിമിൽ ഡയറക്ഷൻ കറക്റ്റാണ്, ടാർഗറ്റും നിയർ ടാർഗറ്റാണ്. ബട്ട് റീട്രേസ്മെൻറ്റ് തരാതെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കൺഫ്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് പറയാം. ഓക്കെ, എനിവേ ഞാൻ ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇനി നമുക്കതൊന്നും നോക്കാതെ നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്തായാലും ടാർഗറ്റ് മനസ്സിലായിട്ടുണ്ടോ? 24,200-150 ആ ഒരു ഏരിയ ആണ് നമ്മുടെ. ഓക്കെ, നമ്മൾ അന്ന് എൻഡിനൽ പാറ്റേണിൻ്റെ ഈ ടൈപ്പ് ഓഫ് എൻഡിനൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ. ഇവിടെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. എന്നിട്ടും അവർ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കവറിങ്, നല്ല ഒരു ബുള്ളി ഷോർട്ട് കവറിങ് വന്നു. സോ ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ബുള്ളിഷാണ്. ബട്ട് ആസ് പെർ എലിയറ്റ് വേവിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സോ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കവറിങ് അത് ഒരു ലോജിക്കൽ ഉണ്ടായിരുന്നില്ല, ബട്ട് വന്നു, അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, ചെയ്തിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് വേറെന്തോ ആണ്. നമ്മളെല്ലാം നമ്മുടെ യൂഷ്വലി ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ പ്രതീക്ഷിച്ചത് വേറെന്തെങ്കിലുമാണ്. ബട്ട് ഓക്കെ, സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് മാർക്കറ്റ്. റീസൺ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സ് ഓർ 1 ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ ബുള്ളിഷാണ്. ഓക്കെ, ബുള്ളിഷ് തന്നെയാണ്. നോ വീക്ക്നെസ്, ഒരു വീക്ക്നെസ് ഇല്ല, ഒരു ബോഡിക്ക് വീക്ക്നെസ് ഇല്ല. സോ ബുള്ളിഷ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുള്ളൂ ഇൻട്രാഡേ പർപ്പസിൽ. ഓക്കെ, നമുക്ക് നമ്മൾ ആക്ച്വലി ഇൻട്രാഡേ പർപ്പസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ട്രേഡ് മാത്രമേ എടുക്കാവുള്ളൂ. ബിയറിഷ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും. സോ അത് നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ, ഓർ ചെറിയ എസിൽ വെച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഡയറക്റ്റ്ലി ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഇനി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രമേ. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. സോ ബിയറിഷ് ആവുന്നത് എപ്പോഴാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബിയറിഷ് ഡയറക്ഷനിലേക്ക് പോകാം. ഓക്കെ,
യെസ്, ഇവിടെ നിന്നാണ് നമ്മൾ പിൻ ബാർ ഫോർമേറ്റ് അങ്ങനെ അടിച്ച് കയറ്റി വരുന്നത്. കൺസോളിഡേഷൻ പ്രൈസ് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും ഈ ഒരു കൺസോളിഡേഷൻ ഏരിയയിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തെങ്കിൽ താഴെ ബുള്ളിഷ് ആവുന്നത് ഇതിൻ്റെ അഭാവം തന്നെയാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ. താഴെ സപ്പോർട്ട് വരുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഫർദർ ഇടയ്ക്ക് വരെ സപ്പോർട്ട്സ് കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഇതായിരുന്നു. സോ അത് ഇപ്പോൾ സപ്പോർട്ടായിട്ട് മാറേണ്ടതാണ് ഈ ഒരു ഏരിയ എക്സാക്ട്ലി. ഓക്കെ, 23,630. ഓക്കെ, ഫർദർ പോവുകയാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഐ തിങ്ക് 24,000 ഈസി ആയിരിക്കുള്ളൂ. ഇൻ കേസ് ഈ ഒരു 23,870 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. കാരണം പിന്നെ അത് 24,000 അവർ കാണിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, ഈ ഒരു ലെവൽ കാണിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ. പിന്നെ അതിൻ്റെ അബവ് പോയാൽ 24,150 നമ്മുടെ ആ ഒരു ബിഗർ ടൈം ഫ്രെയിമിൽ സിയുടെ ടാർഗറ്റ്. ഓക്കെ, ഇനി നോക്കാനുള്ളത് മൺഡേ എങ്ങനെയാണ് ഓപ്പണിങ്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. കാരണം അതാണ് കുറച്ചുകൂടി നമുക്ക് കൺഫർമേഷൻ തരത്തുള്ളൂ. ഓക്കെ, സോ ബാക്കി ഈ ഒരു ലെവൽസാണ്. നമുക്ക് വേറെ കൂടുതലൊന്നും നമുക്ക് നോക്കാനില്ല, പറയാനൊന്നുമില്ല. കൗണ്ടിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ 1 2 3 4 5 തന്നെ 5 ഭയങ്കരമായിട്ട് കയറി ഇങ്ങനെ ടോപ്പിൽ നിൽക്കുന്നതാണ് ഭയങ്കരമായിട്ട്. കോഷൻ വേണമെങ്കിൽ ഞാൻ ഒരു ട്രെൻഡ് ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ, ഐ തിങ്ക് ഇവിടുന്ന്. സോ അതെപ്പോഴും അത് നമ്മൾ വെക്കണം. ഇത് ഇവിടെയും ഒരു വരുന്നുണ്ടല്ലോ, യെസ്, ഇത് കണ്ടോ. സോ ഇത് ബ്രേക്കായി ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ സോ നമ്മൾ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കോഷസ് ആവണം. നമ്മുടെ ട്രേഡ് ഭയങ്കര സൂക്ഷിച്ച് നമ്മൾ പിന്നെ ട്രേഡ് എടുക്കാവുള്ളൂ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ. ഓക്കെ, സോ അങ്ങനെ വേണം ട്രേഡ് എടുക്കാൻ. ഇനി വേറെ പ്രത്യേകിച്ച് എന്തൊരു പറയാനില്ല, വേഗം ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റിയും തന്നെ, ബാങ്ക് നിഫ്റ്റി കൂടുതൽ നമുക്ക് പറയാനില്ല, ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ. ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ് തന്നെ ഇരിക്കുക. നമ്മുടെ സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്കിപ്പോൾ ഇനി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം. ഈ ഒരു സ്ട്രക്ചറാണ് സപ്പോർട്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്ത് ഇവിടെ വരും പ്രൈസ്. ഈ ഒരു സപ്പോർട്ടിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, യെസ്, പിന്നെ സപ്പോർട്ട് വരുന്നത് ഈ ഒരു റാലി ഇവിടെ നിന്ന് സ്റ്റാർട്ടായത്. യെസ്, ഇവിടെ നിന്ന് സപ്പോർട്ട് റാലി സ്റ്റാർട്ടായത്. അങ്ങനെ ഐ തിങ്ക് ഇതിൻ്റെ സപ്പോർട്ട് ഇവിടെ ആയിരിക്കുള്ളൂ. കാരണം കൺസോളിഡേഷൻ ദെൻ ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് തന്നത്, കണ്ടോ. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. പ്രൈസ് വന്നു, കൺസോളിഡേഷൻ കണ്ടോ, ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്തു. ആൻഡ് ദെൻ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, ഇതിൻ്റെ ലോ ഇവിടെ നിന്ന് അടിച്ച് കയറ്റി മുകളിലേക്കുണ്ട് സഡൻ. ഓക്കെ, സോ ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലെ ലോ എപ്പോഴും സപ്പോർട്ട് ആവാറുണ്ട്. അത് പഴയ വീഡിയോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ഓർ ന്യൂ വ്യൂവേഴ്സ് പ്ലീസ് എല്ലാം വീഡിയോസ് എക്സാക്ട്ലി നോക്കണം. അപ്പോഴേ നമുക്ക് കൗണ്ടിങ്സ്, വേവ്സിൻ്റെ കൗണ്ടിങ് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. വേവ്സ് മസ്റ്റാണ്, മറക്കരുത്. ജെന്വനുമാണ് ആൻഡ് ബെറ്ററാണ്, കുറച്ച് ക്ലാരിറ്റി കിട്ടും വേവ്സിൽ. സോ വേവ്സ് എല്ലാവരും പഠിച്ചിരിക്കണം. ഇല്ലിയറ്റ് വേവ്. ഓക്കെ, സെൻസെക്സിലേക്ക് പോകാം. സെൻസെക്സ് ഈ സ്ട്രക്ചറെല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് നമുക്ക് സ്ട്രക്ചർ. നെക്സ്റ്റ് ട്രേഡിംഗ് സെഷൻ ദാറ്റ് മീൻസ് ഐ തിങ്ക് മൺഡേ ആയിരിക്കുള്ളൂ. മൺഡേ കൺസോളിഡേഷൻ ഫേസ് ഇല്ലെങ്കിൽ നല്ല മൂവ് നമുക്ക് കിട്ടാനുള്ളതാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ താഴേക്ക് തന്നെ ആയിരിക്കുള്ളൂ. ബട്ട് ഓപ്പണിംഗ് എങ്ങനെയോ അതിലാണ് കുറച്ചുകൂടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സ്പെക്ട് ചെയ്യുന്നത് താഴേക്ക് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഞാൻ ബുള്ളിഷ് ട്രേഡ് എടുക്കാതിരിക്കുകയൊന്നുമില്ല. നമുക്ക് എടുക്കണം. നമ്മൾ ഇൻട്രാഡേ പർപ്പസ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്കാൽപ്പിംഗ് നമുക്ക് സപ്പോർട്ടിൽ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് സ്കാൽപ്പിംഗ് മുകളിലേക്ക് തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഒത്തിരി പേര് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്യാറുണ്ട്. ഇല്ല, ബട്ട് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ട്രേഡ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ അങ്ങനെയാണല്ലോ, ബിയറിഷാണ് കോഷൻ എന്ന് പറഞ്ഞ്. പിന്നെ എന്തിൻ്റെ ബുള്ളിഷ് ട്രേഡ് എടുക്കണേ, ബുള്ളിഷ് ട്രേഡ് പിന്നെ എന്ത് സജഷൻ. അത് നമ്മൾ സ്കാൽപ്പേഴ്സാണ് ട്രേഡിങ്. കോഷൻ ഞാൻ പറഞ്ഞത് മീൻസ് ബിഗർ ടൈം ഫ്രെയിമിൽ കോഷൻ. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇനി ഹ്യൂജ് മൂവ് ഡയറക്ഷൻ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഇൻട്രാഡേ പർപ്പസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കാൽപ്പേഴ്സ് സപ്പോർട്ട് സോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബൗൺസ് മതിയല്ലോ. 5-10 പോയിൻറ്റ്സിൻ്റെ ബൗൺസ്, 20 പോയിൻറ്റ്സിൻ്റെ ബൗൺസ്, 50 പോയിൻറ്റ്സിൻ്റെ ബൗൺസ്, ആ ബൗൺസൊക്കെ പിന്നെ നമുക്ക് കിട്ടുമല്ലോ. ബട്ട് ഹ്യൂജ് ഫോൾ ഓർ ബിഗർ ഫോൾ അത് താഴേക്ക് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെക്റ്റിംഗ് എന്ന് വെച്ചാൽ വേവ്സ് നമ്മുടെ കൗണ്ടിങ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയായി. ഇതിനകത്ത് നമ്മുടെ ഫർദർ അപ്സൈഡ് നമുക്ക് ഇതിൻ്റെ അബൌ തന്നെ സെൻസെക്സിൻ്റെ
ഈ ഒരു ഹൈ ആൻഡ് ദെൻ സഡൻ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഒരു ഹൈ കൂടി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു ഹൈ. സോ റെസിസ്റ്റൻസ് സോണായിട്ട് മാറും ഇത്, ശ്രദ്ധിക്കണം. നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് 2 റെഡ് ആക്കി ഇങ്ങനെ മാർക്ക് ചെയ്യണം. കണ്ടോ, ഫസ്റ്റ് ഇത് ദെൻ നെക്സ്റ്റ് സപ്പോർട്ട്. ഈ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് ഇവിടെ ഒത്തിരി കൺസോളിഡേഷൻ ആയിട്ടുണ്ട്. എന്തായാലും സപ്പോർട്ട് നേരത്തെ ഇത് തന്നെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ സപ്പോർട്ട് ഇതായി. ഓക്കെ, വേറൊന്നും ഇതിനകത്ത് പറയുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ചെയ്ത് പോകാം. ഇതിൻ്റെ അബൌട്ട് മുകളിലത്തെ ടാർഗറ്റ്സ് നോക്കാനാണെങ്കിൽ വീഗ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ടാർഗറ്റ്സ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് ഐ തിങ്ക് ഇത് ഇവിടെ എന്തായി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഇവിടെ ഒരു OB ആയിരിക്കും, ഓർഡർ ബ്ലോക്ക്. സോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ടാർഗറ്റ്സ്. ഓക്കെ, ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഐ തിങ്ക് ലാസ്റ്റ് നമ്മൾ വീഡിയോ കൊടുത്തായിരുന്നു ഇതൊരു ചാനൽ. അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി ആൻഡ് ദെൻ റീടെസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് എന്താ കണ്ടോ, ഇതിൻ്റെ റീടെസ്റ്റ്. എനിവേ, ഇതെന്തായാലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം ചാനൽസൊക്കെ എല്ലാം. ഈ ചാനലൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് പറയാനുള്ളത്? റെസിസ്റ്റൻസ് പ്രോപ്പർ ഇതിനകത്തുണ്ട്, പിന്നെ ഈ റെസിസ്റ്റൻസ് ഉണ്ട്. ഐ തിങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ലെവൽസ് നമുക്ക് വേറൊന്നും നോക്കാനൊന്നുമില്ല. സപ്പോർട്ട് ഇതിൻ്റെ 11,485 ഇത് ബ്രേക്ക് ആയ മാത്രമേ ഫർദർ ഡൗൺ സൈഡ്. പിന്നെ ഇതൊരു സപ്പോർട്ടാണ് 11,594. സോ റെസിസ്റ്റൻസ് ഇതൊക്കെ എല്ലാം പ്രോപ്പറാണ് ഇതിൻ്റെ. കൗണ്ടിങ് ഇപ്പോൾ ഒന്നിനും ചെയ്യുന്നില്ല. 1 2 3 ഇതിൻ്റെ ABC സ്ട്രക്ചറിൽ ഞാൻ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ, കാരണം കൗണ്ടിങ് ചെയ്തിട്ട് കാര്യമില്ല, എത്രയ്ക്ക് സ്ട്രെച്ചായി കിടക്കുന്നതാണ് അതിലേക്ക്. ബുളിഷിലേക്ക് തന്നെയാണ്, ഇല്ല ഞാൻ പറഞ്ഞില്ല, ബട്ട് എല്ലാം കോഷൻ സോണിലേക്കല്ലേ കിടക്കുന്നത്. സോറി, എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുത്തിട്ട് ട്രെൻഡ് ബേസ്ഡ് എക്സ്റ്റെൻഡഡ് ഫിബ് ബോട്ടം ടു യെസ് ആൻഡ് നമ്മുടെ ട്രെൻഡ് ബേസ്ഡ് ഫിബൊനാച്ചി യെസ്. ഇങ്ങനെ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 100% കഴിഞ്ഞു. ഇനി 127%ലേക്കാണ് ഐ തിങ്ക്. സോ അതിൻ്റെ അപ്പോൾ പോയാൽ സ്ലോലി അപ്സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഇതിനകത്ത് ഉണ്ട്. ബാക്കി ലെവൽസ് ഇതിനകത്ത് വേറെ ഒന്നും നമുക്ക് ചേഞ്ചസ് വരുത്താനൊന്നുമില്ല. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.